ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുവാണ്. മറ്റൊന്നുമല്ല, എൻ്റെ ഈ ഒരു വോയിസ് നിങ്ങളോട്ട് എങ്ങനെ എത്തും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു മൈക്കോ കൂടാതെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മീഷോയിൽ നിന്നും മൈക്കും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് വരും. അതിനുശേഷം നമുക്കതൊന്ന് സെറ്റാക്കാം. എന്തായാലും അധികം താമസിക്കുന്നില്ല. ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ എയർടെൽ സിമ്മിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു സിമ്മാണ് എയർടെൽ സിം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ച് കസ്റ്റമർ കെയർ നമ്പർ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എയർടെൽ സിം ഇല്ല, മറ്റൊരു നമ്പറിൽ നിന്ന് എങ്ങനെ നമുക്ക് കസ്റ്റമർ കെയറിനെ വിളിക്കാം എന്നുള്ളതിൻ്റെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ എയർടെൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഞാൻ ആദ്യം നമ്മുടെ എയർടെലിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ പറഞ്ഞുതരാം. ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ടോപ്പ് സെർച്ചിങ്ങിൽ വന്നൊരു കണ്ടന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എയർടെൽ കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറയുന്നത് എയർടെൽ നമ്പറിൽ നിന്നാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ വിളിക്കുന്ന നമ്പർ എയർടെൽ നമ്പർ ആണെങ്കിൽ അതിൽ നിന്നും 198 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ്. ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ചാൽ മതിയാകും. ആദ്യം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ പ്രീപെയ്ഡ് സിം സെലക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഓപ്ഷനാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും ലാസ്റ്റ് പോകുമ്പോൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് 9 എന്നുള്ള ബട്ടൺ നമ്പർ പ്രസ് ചെയ്യാൻ പറയും. നിങ്ങൾ അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എയർടെലിൻ്റെ കസ്റ്റമർ കെയർ നമ്പറോട് കസ്റ്റമർ കെയറോട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ 198 എന്നുള്ളത് പോലെ നിങ്ങൾക്കുള്ള മറ്റൊരു നമ്പറാണ് 121 എന്ന് പറയുന്ന നമ്പർ. അതും എയർടെൽ സിമ്മിൽ നിന്ന് തന്നെ വിളിക്കുക. 121 ആണ്, അതൊരു ടോൾ ഫ്രീ നമ്പറാണ്. ഈ ഒരു നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എയർടെലിൻ്റെ കസ്റ്റമർ കെയറോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ എയർടെലിൻ്റെ സിം ഇല്ല, നമ്മുടെ കയ്യിൽ നഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് വേറൊരു നമ്പറിൽ നിന്ന് നമുക്ക് നമ്മുടെ എയർടെലിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിക്കണം, നമുക്ക് സംസാരിക്കണം എന്നാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 9810012345. ഇതാണ് മറ്റൊരു നമ്പറിൽ നിന്നും വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്യുക. 9810012345. ഈ ഒരു നമ്പറിലോട്ട് വിളിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ കസ്റ്റമർ കെയർ എയർടെൽ കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ എയർടെൽ അല്ല, നിങ്ങൾ മറ്റേതെങ്കിലും നെറ്റ്വർക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ ആ ഒരു സിമ്മിൻ്റെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എയർടെൽ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇനി എയർടെൽ കസ്റ്റമർ കെയർ, അതായത് എയർടെൽ കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, എയർടെൽ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒത്തിരി പേർക്ക് അറിയാത്ത ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ കോൾ ഹിസ്റ്ററി നമുക്ക് നമ്മുടെ എയർടെൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഫോണിൽ നെറ്റ് ബാലൻസ് ഇല്ല, നമ്മുടെ ഫോണിൽ ഒരു ബാലൻസ് ഇല്ല, അതായത് നമുക്ക് നമ്മുടെ ഫോണിൽ നെറ്റ് കണക്റ്റ് ആകുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ എയർടെൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ മൊബൈലിലോട്ട് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എയർടെൽ ആപ്ലിക്കേഷനിൽ നിന്നും ഒരു എയർടെൽ നമ്പറിലോട്ട് റീചാർജ് ചെയ്യുന്നതിന് നെറ്റ് കണക്ഷൻ ആവശ്യമില്ല, അത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ബാലൻസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എയർടെലിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നതും എയർടെലിൻ്റെ സിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സിം അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിൽ എൻ്റെ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്, അതിൽ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്തത്, ഇനി എത്ര വരെ നമുക്ക് കാലാവധി ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എയർടെൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ എയർടെലിൻ്റെ നമ്പർ അടിച്ച് നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് അടിച്ചാൽ മതിയാകും, നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഈ താഴെ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റൻറ്റ് ലോണാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലെല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ പാൻ കാർഡ് കൂടാതെ നിങ്ങളുടെ ആധാർ കാർഡെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെറിയ EMI ലോൺ പോലെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് ജെന്യുയിനി ഉള്ളതാണ്, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്.
താഴോട്ട് പോകുമ്പോൾ നമുക്ക് കോൾ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ മറ്റൊന്നുമല്ല, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചതും അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നതുമായ എല്ലാ കോൾ ഡീറ്റെയിൽസും നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. ഞാനത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ നമ്പേഴ്സ് ഇതിൽ ഷെയർ ആകും, അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാത്തത്. കൂടാതെ നമുക്കിതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിമ്മ് ഇൻ കേസ് സ്വിച്ച് ഓഫോ അതല്ലെങ്കിൽ നമ്മൾ പരിധിക്ക് പുറത്തോ ആണെങ്കിൽ നമുക്ക് ഈ കോൾ മാനേജറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അലേർട്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് ന്യൂ സിം, അതായത് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു പ്രീപെയ്ഡ് ന്യൂ സിം നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എയർടെൽ നമ്പർ ആയിരിക്കും, നമ്മൾ ഇതിലോട്ട് നമ്പർ ആഡ് ചെയ്യുക. പക്ഷേ ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ വൈഫിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയിക്കോട്ടെ, ആരുടെ നമ്പർ വേണമെങ്കിൽ നമുക്കിതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആഡ് ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നമ്പറിൻ്റെ കോൾ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. കോൾ ഡീറ്റെയിൽസ്, റീചാർജ് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഈ ഒരു നമ്പർ ആഡ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ നമ്മൾ ആദ്യം നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഫോണിലോട്ട് ഒരു OTP കിട്ടും. ഈ OTP മാത്രം മതി, വൺ ടൈം OTP മാത്രം മതി അവരുടെ സിമ്മിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഒരു എയർടെൽ സിം യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എനിക്കറിയാം ഈ ഒരു വീഡിയോ അധികം പേരിലോട്ട് എത്തില്ല, കുറച്ച്, കാരണം എൻ്റെ ചാനൽ തുടങ്ങിയിട്ടൊരു 2 വീക്ക് ആകുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുള്ളൂ, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ ബൈ.